എന്തുവാടേ ഒന്ന് കഴിഞ്ഞില്ല അപ്പോഴേക്കും വന്നിരിക്കുന്ന പ്രബുദ്ധ മലയാളികളുടെ അടുത്ത ഇരട്ടത്താപ്പം. വന്ദേ ഭാരതിൽ വെച്ച് കുറെ കുട്ടികൾ പരമപവിത്രമതാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗണഗീതം പാടിയത്രേ. അതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഒരു ഗണഗീതം പാടിയതിന് ഇത്രയങ്ങ് തിളയ്ക്കാൻ മാത്രം എന്തിരിക്കുന്നു? പൂർണ്ണമായും ദേശഭക്തിയെ വാഴ്ത്തുന്നതാണ് പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന പാട്ട്. ഈ പാട്ടിൽ എവിടെയും RSSനെ BJP ഒന്ന് പരാമർശിച്ചോ വാഴ്ത്തിപ്പാടുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഇടതു വലത് ലിബറൽ ജിഹാദി ടീമുകൾക്ക് എന്താണ് ഇത്ര ചോദിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനെ എതിർക്കുന്നവർക്ക് വന്ദേമാതരത്തെ എതിർത്ത ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ മനസ്സ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ പാട്ട് RSSന്റെ ഗണഗീതമായി പോയതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, RSS പാടുന്ന പാട്ടൊന്നും മറ്റാർക്കും പാടാൻ പറ്റില്ലെന്നാണെങ്കിൽ നിങ്ങൾ ഏത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്? ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇത്രയും നല്ല ദേശഭക്തി തുളുമ്പുന്ന മനോഹരമായ ഗാനത്തെ തള്ളി പറയുന്ന നിങ്ങളാണ് കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട എന്ന പാട്ടിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തന്നെ കൊടുത്ത് കലയെ പോലും ചോദ്യം ചെയ്ത് കളഞ്ഞത് എന്നതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇവിടെ ഇനിയും ഗണഗീതങ്ങൾ പാടും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ജാതീയത പച്ചയ്ക്ക് വിളമ്പുന്ന ചില വേട്ടക്കാരുടെ പൂളം പാട്ടുകളെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ദേശസ്നേഹം വളർത്തുന്ന ഗണഗീതങ്ങൾ. അതുകൊണ്ട് ഇനിയും ഇതിലും ഉച്ചത്തിൽ തന്നെ ഗണഗീതങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അത് കേട്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.